വെൽക്കം, തൈമറാണ്. ഈ വീഡിയോയിൽ നമ്മൾ ലിമിറ്റ് ടെസ്റ്റ് ഫോർ സൾഫേറ്റ് ആണ് പറയുന്നത്. ലിമിറ്റ് ടെസ്റ്റ് ഫോർ സൾഫേറ്റ് നമ്മളിവിടെ പ്രിൻസിപ്പിൾ പറയും, ദെൻ വി വിൽ ഓൾസോ ടോക്ക് അബൌട്ട് ദ പ്രൊസീജിയർ. സോ പ്രൊസീജിയറും പ്രിൻസിപ്പിളും ആണ് നമ്മൾ പറയാം. സോ ഈ പ്രൊസീജിയറിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന ഒരു മെത്തേഡ് ഉണ്ട്, അത് പറയും. ദെൻ വി വിൽ ഓൾസോ ടോക്ക് അബൌട്ട് IP 2018 മെത്തേഡ്. ആ പ്രൊസീജിയറും പറയും. ദെൻ മോഡിഫൈഡ് ഫോർ കളേർഡ് സൊല്യൂഷൻ, നമ്മൾ ക്ലോറൈഡിൽ കണ്ടതുപോലെ. സോ അതും പറയും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാം. ആദ്യം നമുക്ക് പ്രിൻസിപ്പിൾ പറയാം. പ്രിൻസിപ്പിൾ വെരി സിമ്പിൾ ആണ്, സംഭവം ഇത്രേ ഉള്ളൂ. സോലുബിൾ സൾഫേറ്റ്, സോലുബിൾ ആയിട്ടുള്ള സൾഫേറ്റ് ഇത് അലിഞ്ഞു കിടക്കുകയാണ്. സോ ഈ അലിഞ്ഞു കിടക്കുന്ന സൾഫേറ്റിൽ നമ്മൾ ബേരിയം ക്ലോറൈഡ് ഒഴിച്ചു കഴിഞ്ഞാൽ, ദിസ് ബേരിയം ക്ലോറൈഡും കൂടി ചേർന്നിട്ട് ഇറ്റ് വിൽ ഫോം ബേരിയം സൾഫേറ്റ് പ്രൊഡ്യൂസ്. ഇത്രേ ഉള്ളൂ. ഈ ബേരിയം സൾഫേറ്റിന്റെ പ്രശ്നം എന്താ അല്ലെങ്കിൽ പ്രത്യേകത? ഇറ്റ് ഈസ് ഇൻസോലുബിൾ ആണ്. ഇൻസോലുബിൾ പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് വരും, അല്ലെങ്കിൽ ഇറ്റ്സ് ആൻ ഓഫ് വൈറ്റ് ഫ്ലേക്സ് ആയിട്ട് പുറത്തേക്ക് വരും. സോ അഡുലാപ്പൻ, സോ ദിസ് വിൽ കോസ് ടർബിഡിറ്റി അല്ലെങ്കിൽ പാലസൻ, സെയിം ആസ് ക്ലോറൈഡ്. സോ ഇത് നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് ടർബിഡിറ്റി ഉണ്ടാക്കും. അതുമായിട്ട് നമ്മുടെ ടെസ്റ്റ് കോമ്പൗണ്ട് വി വിൽ കമ്പയർ. ഇതുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും. എവിടെയാണ് കൂടുതൽ? സ്റ്റാൻഡേർഡിനാണ് കൂടുതലെങ്കിൽ ടെസ്റ്റ് ഓക്കെ, സ്റ്റാൻഡേർഡിന് കുറവും ടെസ്റ്റിന് കൂടുതലാണെങ്കിൽ ടെസ്റ്റിൽ കൂടുതൽ സൾഫേറ്റ് ഉണ്ട് എന്നാണ് അർത്ഥം. സോ ഇവിടുത്തെ റിയാക്ഷൻ ഇതാണ്. സൾഫേറ്റ് പ്ലസ് ബേരിയം ക്ലോറൈഡ് ഇൻ ദ പ്രസൻസ് ഓഫ് ഡയല്യൂട്ട് HCl. ഡയല്യൂട്ട് HCl പ്രസൻസിലാണ്, ഓർ ഇറ്റ് ക്യാൻ ബി അസെറ്റിക് ആസിഡ് ഓൾസോ. ഇത് ഞാൻ പറയാം. ദെൻ ബേരിയം സൾഫേറ്റ് പ്ലസ് 2Cl ക്ലോറൈഡ് മൈനസ്. സോ എന്തിനാണ് HCl എന്ന് വെച്ച് കഴിഞ്ഞാൽ HCl ടു പ്രൊവൈഡ് ആസിഡിക് മീഡിയം. സോ ഇതൊരു ആസിഡിക് മീഡിയത്തിലാണ് ഇത് സംഭവിക്കുക. ആസിഡിക് മീഡിയം കൊടുക്കണം. ആൻഡ് ഓൾസോ ഇറ്റ് വിൽ പ്രിവെന്റ് ദ പ്രസിപ്പിറ്റേഷൻ ഓഫ് അതർ റാഡിക്കൽസ്. ആസിഡിക് മീഡിയം ഉണ്ടാക്കണം, മറ്റ് റാഡിക്കൽസിന്റെ ഒക്കെ പ്രസിപ്പിറ്റേഷൻ ഒഴിവാക്കുക. സോ ടു പ്രിവെന്റ് ദ പ്രസിപ്പിറ്റേഷൻ ഓഫ് അതർ റാഡിക്കൽ, മറ്റ് റാഡിക്കൽസ് പ്രസിപ്പിറ്റേറ്റ് ചെയ്യാതെ നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ആസിഡിക് മീഡിയം ആക്കുക. സോ ഇതാണ് ഇതിന്റെ പ്രിൻസിപ്പിൾ. അപ്പൊ നമുക്ക് പ്രൊസീജിയർ പറയാം. രണ്ട് പ്രൊസീജിയർ ഞാൻ പറയും. ഇത് സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊസീജിയർ നമുക്ക് ആദ്യം പറയാം, എന്നിട്ട് 2018 പ്രൊസീജിയർ രണ്ടാമത് പറയാം. സോ ഇത് നമ്മൾ ചെയ്യുന്നത് നെസ്ലസ് സിലിണ്ടർ ആണ്. ക്ലോറൈഡ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാണ്. ലിമിറ്റ് ടെസ്റ്റിനെ കുറിച്ചിട്ട് നമ്മൾ ക്ലോറൈഡ് ടെസ്റ്റ് പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ വീണ്ടും അത് ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. സോ രണ്ട് നെസ്ലസ് സിലിണ്ടർ എടുക്കുന്നു, 1 ഫോർ ടെസ്റ്റ് ആൻഡ് 1 ഫോർ സ്റ്റാൻഡേർഡ്. ഓക്കെ, സോ നമുക്ക് ഇത് സ്റ്റാൻഡേർഡ് ആയിട്ട് കൂട്ടാം. ദിസ് ഈസ് ടെസ്റ്റ്. ഒരു സ്റ്റാൻഡേർഡ് വേണം, കമ്പയർ ചെയ്യണമെങ്കിൽ സ്റ്റാൻഡേർഡ് വേണമല്ലോ. സോ സ്റ്റാൻഡേർഡിനകത്തേക്ക് നമ്മൾ ആദ്യം 1 ml എന്താ ആഡ് ചെയ്യും? 0.1089 വെയിറ്റ് ബൈ വോളിയം പൊട്ടാസ്യം സൾഫേറ്റ് ആഡ് ചെയ്യാം. പൊട്ടാസ്യം സൾഫേറ്റ് ആണ് നമ്മൾ ആഡ് ചെയ്യുക. സോ 1 ml ഇതങ്ങോട്ട് ആഡ് ചെയ്യാം. സോ ഇതൊക്കെ നമുക്ക് അവിടെ കിട്ടും. നമ്മൾ 1 ml കിട്ടുന്ന റീജന്റ് മാത്രം ആഡ് ചെയ്താൽ മതി. ഈ പൊട്ടാസ്യം സൾഫേറ്റ് ആണ് സൾഫേറ്റ് കൊടുക്കുക. നമുക്ക് സൾഫേറ്റ് ആണല്ലോ ടെസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ സൾഫേറ്റിന് ഒരു ടർബിഡിറ്റി ഉണ്ടാക്കണമെങ്കിൽ വി നീഡ് സം സൾഫേറ്റ്. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പൊട്ടാസ്യം സൾഫേറ്റ് ആഡ് ചെയ്യുക. പക്ഷേ ഇവിടെ നമ്മൾ ടെസ്റ്റ് കോമ്പൗണ്ട് ആണ്. നമുക്ക് ഏതാണോ ടെസ്റ്റ് ചെയ്യേണ്ടത് അതാണ്. സോ സ്പെസിഫിക് എമൗണ്ട് ഓഫ് ഓരോ IP മോണോഗ്രാഫിൽ പറഞ്ഞിട്ടുണ്ടാവും, ഇന്ന എമൗണ്ട്, ഇന്ന കോമ്പൗണ്ട് ആണെങ്കിൽ ഇന്ന എത്ര. സോ സ്പെസിഫിക് എമൗണ്ട് ഓഫ് ടെസ്റ്റ്. സാധാരണ നമ്മൾ 1 gram ഓഫ് ടെസ്റ്റ് ആയിരിക്കും മിക്കവാറും നമ്മൾ ആഡ് ചെയ്യുക. സോ ടെസ്റ്റ് സാമ്പിൾ ആഡ് ചെയ്യുക. ദെൻ ഇതിനകത്തേക്ക് 2 ml HCl ആഡ് ചെയ്യുക. 2 ml HCl ആഡ് ചെയ്യുക. ഇതിനകത്തേക്കും 2 ml. ഇനി എല്ലാ കാര്യങ്ങളും സെയിം ആയിരിക്കും. 2 ml HCl ആഡ് ചെയ്യുക. ദെൻ മേക്കപ്പ് ടു 45 ml, 45 ml ആക്കുക വിത്ത് ഡിസ്റ്റിൽഡ് വാട്ടർ. ഇതും 45 ml ഡിസ്റ്റിൽഡ് വാട്ടർ ആക്കുക. ഇനി നമുക്ക് ബേരിയം ക്ലോറൈഡ് ആഡ് ചെയ്യണം അല്ലെ. ബേരിയം ക്ലോറൈഡ് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് പ്രസിപ്പിറ്റേറ്റ് കിട്ടുക. പക്ഷെ ബേരിയം ക്ലോറൈഡിന് നമ്മൾ ആഡ് ചെയ്യുന്നത് ബേരിയം സൾഫേറ്റ് റിയേജന്റ് എന്ന് പറയുന്ന സംഭവമാണ്. ബേരിയം സൾഫേറ്റ് റിയേജന്റ്. ഈ ബേരിയം സൾഫേറ്റ് റിയേജന്റിൽ നമുക്ക് ആവശ്യമുള്ള ബേരിയം ക്ലോറൈഡ് ഉണ്ട്. അപ്പൊ ഈ ബേരിയം സൾഫേറ്റ് റിയേജന്റ് എങ്ങനെ ഉണ്ടാക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ 0.5 മോളാർ നമ്മൾ ബേരിയം ക്ലോറൈഡ് എടുക്കും. ദെൻ അതിനകത്തേക്ക് 55 ml ആക്കും. ദെൻ വി വിൽ ആഡ് 30 ml of alcohol add ചെയ്യും. Then we will add 5 ml of potassium sulfate add. Okay, 0.181 അത്രയും പെർസെൻറ്റേജ് ഉള്ള പൊട്ടാസ്യം സൾഫേറ്റും കൂടി ആഡ് ചെയ്യുമ്പോൾ ഇത് ചേർന്നതാണ് ഈ പറയുന്ന എന്താ പറയുക ബേരിയം സൾഫേറ്റ് റീജൻ. സോ ഇറ്റ് കണ്ടെയ്ൻ ബേരിയം ക്ലോറൈഡ്. സോ നമ്മളിവിടെ ആഡ് ചെയ്യുന്നത് 5 ml ബേരിയം ക്ലോറൈഡ് ആണ്. സോ ഇവിടെയും നമ്മൾ 5 ml ബേരിയം ക്ലോറൈഡ്, ബേരിയം സൾഫേറ്റ് റീജന്റ് എന്നാണ് നമ്മൾ പറയുക. പക്ഷേ അതിനകത്ത് ഇറ്റ് കണ്ടെയ്ൻസ് ബേരിയം ക്ലോറൈഡ്. സോ ഇനി നമ്മൾ നോക്കും. വിൽ വെയിറ്റ് ഫോർ 5 minutes ആൻഡ് വി വിൽ വാച്ച്. നമ്മൾ നോക്കി കഴിയുമ്പോഴത്തേക്കും ഇവിടെയാണോ ടർബിഡിറ്റി കൂടുതൽ, ഇവിടെയാണോ ടർബിഡിറ്റി കൂടുതൽ? ഇവിടെ ടർബിഡിറ്റി കൂടിയാൽ അതിൻ്റെ അർത്ഥം ഇതിനകത്ത് നമ്മൾ ആഡ് ചെയ്ത സബ്സ്റ്റൻസിനകത്ത് ധാരാളം സൾഫേറ്റ്, ഇതിനേക്കാൾ കൂടുതൽ സൾഫേറ്റ് ഇവിടെ ഉണ്ടെന്നാണ് അർത്ഥം. ഇവിടെയാണോ ടർബിഡിറ്റി, ഇവിടെയാണ് കൂടുതൽ, ഇതിനകത്താണ് കൂടുതൽ ടർബിഡിറ്റി എങ്കിൽ അതിൻ്റെ അർത്ഥം ഈ സൾഫേറ്റ് ആണ് കൂടുതലുള്ളത്. ദാറ്റ് മീൻസ് ദീസ് ടെസ്റ്റ് സാമ്പിൾ കണ്ടെയ്ൻസ് ലെസ് സൾഫേറ്റ്. സോ ഇത് പാസ്സാകും. ഓക്കെ, ഇവിടെ ടർബിഡിറ്റി കൂടിയാൽ ഇത് പരാജയപ്പെടും. ഓക്കെ, ഇതാണ് നമ്മുടെ മെത്തേഡ്.
ഓക്കെ, ടർബിഡിറ്റി കമ്പാരിസൺ മെത്തേഡ് 1. ഇനി നമുക്ക് IP 2018 പ്രകാരം എങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കാം. പ്രൊസീജിയർ 2 നെസ്ല സിലിണ്ടർ ഇവിടെ എടുക്കുക, ഒരു നെസ്ല സിലിണ്ടർ ഇത്, അടുത്ത നെസ്ല സിലിണ്ടർ ഇത്, രണ്ടും 50 ml ആണ്. 2 നെസ്ല സിലിണ്ടർ എടുത്തു. സോ ദിസ് ഈസ് സ്റ്റാൻഡേർഡ് ആയിട്ട് വയ്ക്കുക, ദിസ് ഈസ് ടെസ്റ്റ്, സ്റ്റാൻഡേർഡും ടെസ്റ്റ്. സോ ഇതിനകത്തേക്ക് 1 ml 25% വെയിറ്റ് ബൈ വോളിയം സൊല്യൂഷൻ ഓഫ് ബേരിയം ക്ലോറൈഡ് ആഡ് ചെയ്യാം. ഇത് കിട്ടാനായിട്ട് 25 ഗ്രാം എടുത്തിട്ട് 100 ml ഡിസോൾവ് ചെയ്താൽ മതി. ഓക്കെ, സോ ഇതിനകത്ത് 1 ml ആഡ് ചെയ്തു. ഇതിനകത്തും സെയിം തന്നെയാണ്. സോ സെയിം. ദെൻ ഇതിനകത്തേക്ക് എത്തനോളിക് 1.5 ml എത്തനോളിക് സൾഫേറ്റ് സൊല്യൂഷൻ നമ്മൾ ആഡ്. എത്തനോളിക് സൾഫേറ്റ് സൊല്യൂഷൻ അതിനകത്ത് 10 പാർട്സ് പെർ മില്യൺ സൾഫേറ്റ് ആണ്. സോ ഈ എത്തനോളിക് സൾഫേറ്റ് സൊല്യൂഷൻ നമ്മൾ അപ്പുറത്തും എത്തനോൾ ആഡ് ചെയ്തു. എന്തിനാന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ പറയാ ടു ഇൻക്രീസ് ദ സെൻസിറ്റിവിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ഇൻക്രീസ് ദ സെൻസിറ്റിവിറ്റി, ദെൻ ഇൻക്രീസ് ദ എത്തനോൾ, പ്രിവെന്റ് ദ സൂപ്പർ സാച്ചുറേഷൻ. സോ ഇറ്റ് പ്രിവെന്റ് ദ സൂപ്പർ സാച്ചുറേഷനും പ്രിവെന്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് അവസാനം കിട്ടുന്ന ആ പ്രസിപ്പിറ്റേറ്റ് അല്ലെങ്കിൽ ടെർബിഡിറ്റി ഓർ പാലസൻസ് അതൊരു മോർ യൂണിഫോം ആകാനും നമുക്ക് സഹായിക്കും. സോ ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ 1.5 ml എത്തനോളിക് സൾഫേറ്റ് സൊല്യൂഷൻ ആഡ് ചെയ്യുക. ദെൻ വെയിറ്റ് ഫോർ 1 minute. സോ ഇവിടെയും അത് തന്നെയാണ്, സെയിം പ്രൊസീജിയർ തന്നെയാണ്. വെയിറ്റ് ഫോർ 1 minute, ദെൻ ആഡ്. ഇവിടെ ആഡ് ചെയ്യേണ്ടത് 15 ml സൾഫേറ്റ് സൊല്യൂഷൻ എന്ന് വെച്ചാൽ സ്റ്റാൻഡേർഡ് സൾഫേറ്റ് സൊല്യൂഷൻ ആണ് ഇവിടെ ആഡ് ചെയ്യുക. 15 ml ആണ് ആഡ് ചെയ്യുക. സോ ഇറ്റ് ഓൾസോ കണ്ടെയ്ൻ 10 ppm സൾഫേറ്റ് ഉള്ളതാണ്. പക്ഷേ ഇവിടെ അതല്ല ആഡ് ചെയ്യേണ്ടത്. ഇവിടെ സ്റ്റാൻഡേർഡ് ആയതുകൊണ്ടാണ് നമ്മൾ സ്റ്റാൻഡേർഡ് സൾഫേറ്റ് ആഡ് ചെയ്യേണ്ടത്. ഇവിടെ ടെസ്റ്റ് ആണ്. സോ ടെസ്റ്റ് കോമ്പൗണ്ട്. സോ എത്രയാണ് ആഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്പെസിഫൈഡ് എമൗണ്ട് എന്നാണ് നമ്മൾ പറയുക. ബിക്കോസ് IP ഓരോ കോമ്പൗണ്ടിനും ഓരോന്നായിരിക്കും പറയാം. 1 gram 2 gram ഒക്കെ ഡിസോൾവ് ചെയ്തിട്ട് എന്തായാലും 15 ml ആണ് നമ്മൾ ആഡ് ചെയ്യുക. 15 ml ഡിസോൾവ് ചെയ്തിട്ടാണ് നമ്മൾ ആഡ് ചെയ്യുക. സോ 15 ml ഓഫ് ടെസ്റ്റ് സൊല്യൂഷൻ എന്ന് നമുക്ക് ഇവിടെ പറയാം. ഇനി എന്താണ് ആഡ് ചെയ്യേണ്ടത്? നമ്മൾ അസിഡിക് ആക്കണം. അസിഡിക് എൻവയോൺമെന്റ് ആണെന്ന് പറഞ്ഞു നേരത്തെ. നമ്മൾ മറ്റേനകത്ത് HCl ഡയലൂട്ട് HCl ആണെങ്കിൽ ഇവിടെ 0.15 ml ഓഫ് 5 മോളാർ അസറ്റിക് ആസിഡ് ആണ് ആഡ് ചെയ്യുക. അസറ്റിക് ആസിഡ് ഇവിടെയും 0.15 ml ഓഫ് 5 മോളാർ അസറ്റിക് ആസിഡ് ആഡ് ചെയ്യണം. അസറ്റിക് ആസിഡ് ആഡ് ചെയ്യണത് ടു പ്രിവെന്റ് ദ precipitation ഓഫ് അതർ അയോൺസ്. മറ്റ് അയോൺസിന്റെ precipitation പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അസറ്റിക് ആസിഡ് ഇവിടെ അത് ആഡ് ചെയ്തു. അപ്പോൾ വ്യത്യാസം ഇവിടെയാണ്. ഇവിടെ ടെസ്റ്റ് ആണ് ആഡ് ചെയ്തത്. ഇവിടെ നമ്മൾ ഇവിടെ സ്റ്റാൻഡേർഡ് സൾഫേറ്റ് സൊല്യൂഷൻ ഇവിടെ അതില്ല. ഓക്കെ, ദെൻ വി ഹാവ് ടു മേക്ക് അപ്പ് ടു 50 ml. ഇതും 50 ml ആക്കി, ഇതും 50 ml. ദെൻ വെയിറ്റ് ഫോർ 5 minutes ഇളക്കുക. ദെൻ വി വിൽ ഗെറ്റ് കമ്പയർ. ഇനി ഇത് കമ്പയർ ചെയ്യുക. അഗെയിൻ ഇവിടെയാണ് കൂടുതലെങ്കിൽ, ഇതിൽ കൂടുതലാണെങ്കിൽ ഇത് പാസ്സായി എന്നാണ് അർത്ഥം. ബിക്കോസ് ദിസ് കണ്ടെയ്ൻ ലെസ് സൾഫേറ്റ്. ഇതിൽ കൂടുതൽ ടർബിഡിറ്റി കിട്ടിക്കഴിഞ്ഞാൽ ഇഫ് ദിസ് ഈസ് മോർ ടർബിഡ് ദാറ്റ് മീൻസ് ദിസ് ഫെയിൽ. ടർബിഡിറ്റി കൂടുതലാണെങ്കിൽ ഇത് ഫെയിൽ ആകും. ഓക്കെ, സോ ഇതാണ് IP 2018 പ്രൊസീജിയർ. ഇനി നമുക്ക് പറയാനുള്ളത് എങ്ങനെയാണ് സ്റ്റാൻഡേർഡ് 10 parts per million ദിസ് സൾഫേറ്റ് ഉണ്ടാക്കുക എന്ന് വെച്ചാൽ അതിന് നമ്മൾ ചെയ്യുക 1 ml. അത് ലാബിൽ ചെയ്യേണ്ട പണിയാണ്. 0.181% വെയിറ്റ് ബൈ വോളിയം പൊട്ടാസ്യം സൾഫേറ്റ് എടുക്കുക. അത് 30% എത്തനോൾ ആക്കിയിട്ട് 100 ml. ഓക്കെ, 100 ml. ആൻഡ് ഇതിൽ നിന്ന് 1 ml എടുക്കുക. ഇതിൽ നിന്ന് 1 ml എടുത്തിട്ട് 100 ml വെള്ളത്തിൽ ഡിസ്റ്റിൽ വാട്ടറിൽ ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സംഭവം കിട്ടും. ഓക്കെ, സോ പൊട്ടാസ്യം സൾഫേറ്റ് എന്തിനാണ് ആഡ് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു. ഇൻക്രീസ് ദ സെൻസിറ്റിവിറ്റി അത് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ആഡ് ചെയ്യുന്നത്. ദെൻ ആൽക്കഹോൾ ഞാൻ പറഞ്ഞു ടു പ്രിവെന്റ് ദ സൂപ്പർ സാച്ചുറേഷൻ. ഇതാണ് പ്രൊസീജിയേഴ്സ്. ഇനി ഒരു പ്രൊസീജിയറും കൂടി നമുക്ക് പറയാനുണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ മോഡിഫൈഡ് ടെസ്റ്റ് ആണ്. മോഡിഫൈഡ് സൾഫേറ്റ് ടെസ്റ്റ് പ്രത്യേകിച്ച് പുതുതായിട്ട് ഞാൻ പറയുന്നില്ല. കാരണം ഓൾറെഡി ഞാനിത് ക്ലോറൈഡിൽ പറഞ്ഞു അത് തന്നെയാണ്. അവിടെ ഇപ്പൊ കളേർഡ് സാമ്പിൾ ആണെങ്കിൽ ഇഫ് ദ സാമ്പിൾ ഇസ് കളേർഡ് ഈ എപ്പാലസൻസിൽ അത് ഇന്റർഫിയർ ചെയ്യും. അപ്പൊ നമുക്ക് കളർ കളയണം, അത്രേ ഉള്ളൂ. ഇപ്പൊ KMnO4 ആണെങ്കിൽ KMnO4 ഒരു ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. വി നീഡ് ടു ആഡ് C2H5OH. ആൽക്കഹോൾ ആഡ് ചെയ്യുക. അപ്പോഴത്തേക്കും ആൽഡിഹൈഡ് ആയിരിക്കും ഫോം ചെയ്യുക അല്ലെ. CH3CHO ഫോം ചെയ്യും. ദെൻ മാംഗനീസ് ഓക്സൈഡ് ഫോം ചെയ്യും. പ്ലസ് വാട്ടർ ഫോം ചെയ്യും. സോ ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലോറൈഡിൽ നമ്മൾ ഇത് പറഞ്ഞതാണ്. സോ സെയിം പ്രൊസീജിയർ. ആ ചൂടാക്കി ആൽക്കഹോളൊക്കെ ആഡ് ചെയ്യുക. അങ്ങനെ പതുക്കെ 6 ml ആൽക്കഹോളൊക്കെ ആഡ് ചെയ്തിട്ട് തണുപ്പിക്കുക. സെയിം പ്രൊസീജിയറാണ്. ഞാനത് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. സോ അത് സെയിം തന്നെയാണ്. പക്ഷേ ബാക്കി ഇവിടെ ഇപ്പോൾ ആഡ് ചെയ്യുന്ന സൊല്യൂഷൻ മാത്രം 15 ml ആഡ് ചെയ്യണം. ബാക്കിയെല്ലാം ഇവിടെ സൾഫേറ്റിന്റെ ടെസ്റ്റിലെ പോലെ തന്നെ ആഡ് ചെയ്യും. അത്രേ ഉള്ളതിൻ്റെ. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ലിമിറ്റ് ടെസ്റ്റ് ഫോർ സൾഫേറ്റ്. സോ താങ്ക് യു ഫോർ വാച്ചിങ്.